നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 22ാമത്തെ കഥ. രാവിലെ പതിവ് സമയത്ത് ശുരകൻ കൊട്ടാരത്തിലെത്തി. ചക്രവർത്തിക്ക് ക്ഷൗരം കഴിക്കാൻ വന്നതാണ് അയാൾ. നേരെ ചക്രവർത്തിയുടെ ശയനമുറിയിലേക്ക് ചെന്നു. ഇന്നാകട്ടെ ചക്രവർത്തി ഉണർന്നിട്ടില്ല. അദ്ദേഹത്തെ ഉണർത്തിയാൽ ദേഷ്യപ്പെട്ടാലോ? വേണ്ട, ഉണർത്തണ്ട. അദ്ദേഹം ഉറങ്ങുമ്പോൾ തന്നെ തൻ്റെ കൃത്യം നിർവഹിക്കാം. 1ാം തരം ജോലിക്കാരനായിരുന്നു അയാൾ. ജോലി തുടങ്ങി. ജോലി അവസാനിച്ചു. ചക്രവർത്തി ഗാഠനിദ്രയിൽ ലയിച്ചു കിടക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ ശുരകൻ പുറത്തിറങ്ങി നടന്നുപോയി. വളരെ നേരം കഴിഞ്ഞ് ചക്രവർത്തി ഉണരുകയായി. കുറേയേറെ താമസിച്ചു പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആട്ടെ, ഇനി പതിവ് പോലെ ക്ഷൗരം കഴിക്കുക തന്നെ. അദ്ദേഹം താടി തടവി. എന്ത്, ക്ഷൗരകർമ്മം നടന്നിരിക്കുന്നു? അതെ, കണ്ടോ ശുരകൻ്റെ സാമർഥ്യം? അദ്ദേഹത്തിന് അയാളോട് അഭിനന്ദനം തോന്നി. ആളയച്ച് ഉടൻ തന്നെ അയാളെ വരുത്തുകയും ചെയ്തു. നിങ്ങളെപ്പോലെ ഒരു സമർത്ഥനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനത് സാധിപ്പിക്കാം. ചക്രവർത്തി വാഗ്ദാനം ചെയ്തു. തമ്പുരാനെ, അടിയന് പണ്ടേ ഒരു മോഹമുണ്ട്, പുരോഹിതനാകണമെന്ന്. ആ ആഗ്രഹം അവിടുന്ന് സാധിപ്പിച്ചു തരണം. ശുരകൻ തൊഴുകൈയോടെ അഭ്യർത്ഥിച്ചു. ചക്രവർത്തി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അത്. ശുരകന് പുരോഹിതനാവണം പോലും. അവനെ ആ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനായി ചക്രവർത്തി ഒരു ശ്രമം നടത്തി. നിങ്ങൾക്ക് ഞാൻ ധനം തരാം, ധാന്യം തരാം, വീട് തരാം. ഈ ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കണം, അദ്ദേഹം ആവശ്യപ്പെട്ടു. തമ്പുരാനെ, അങ്ങനെ കൽപ്പിക്കരുത്. അടിയൻ അടക്കാനാവാത്ത മോഹമാണത്. അടിയന് പുരോഹിതനായേ തൃപ്തി വരികയുള്ളൂ. പോരെങ്കിൽ അവിടുന്ന് വാഗ്ദാനവും നൽകുകയുണ്ടായി, ശുരകൻ പറഞ്ഞു. ചക്രവർത്തിക്ക് മറ്റു വഴിയില്ലെന്നായി. അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ പുരോഹിതന്മാരെയും വരുത്തി. നിങ്ങൾ എൻ്റെ ശുരകനെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം, അദ്ദേഹം കൽപ്പിച്ചു. പുരോഹിതന്മാർ അന്ധാളിച്ചു പോയി. അതിൽ അത്ഭുതപ്പെടാനുമില്ല. ഇന്നോളം ഒരു ശുരകനും പുരോഹിതനായിട്ടില്ല. അങ്ങനെ ഒരു പരിവർത്തനം കീഴ്വഴക്കത്തിന് അനുകൂലമല്ല. അവർ ശാസ്ത്രത്തിൽ നിന്നും പല വരികളും ഉദ്ധരിച്ചു. അനേകം വാദമുഖങ്ങൾ ഉന്നയിച്ചു. ഈ സംരംഭം ഉപേക്ഷിക്കണമെന്ന് ഉപദേശിച്ചു. അതൊന്നും ചക്രവർത്തിക്ക് സ്വീകാര്യമായില്ല. ഞാൻ വാഗ്ദാനം ചെയ്തു പോയി, അത് ലംഘിച്ചുകൂടാ. നിങ്ങളൊരു വഴി കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് എത്രയോ പണം തന്നിട്ടുണ്ട്, പല സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അവയെല്ലാം ഞാൻ തിരിച്ചെടുക്കും. നിങ്ങൾ ശുരകനെ പുരോഹിതനാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 6 മാസത്തെ കാലാവധി തരുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു. വല്ലാത്ത ദുർഘടത്തിൽ പെട്ടുപോയി പുരോഹിതന്മാർ. ശുരകനെ മാറ്റിയെടുക്കാൻ യാതൊരു വഴിയുമില്ല. അപ്രകാരം ചെയ്തില്ലെങ്കിൽ ചക്രവർത്തി കോപിക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ തങ്ങളുടെ കാര്യം തീർന്നു. അവർ ഒന്നിച്ച് കൂടിയാലോചന നടത്തി. ദീർഘമായിരുന്നു കൂടിയാലോചന. എങ്കിലും ഒരു മാർഗവും കണ്ടുകിട്ടിയില്ല. അപ്പോൾ അവരുടെ ഓർമ്മ രാമൻ്റെ നേർക്ക് തിരിഞ്ഞു. ആർക്കെങ്കിലും ഒരു വഴി നിർദ്ദേശിക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ആ ആൾ രാമനായിരിക്കും. രാമൻ്റെ സ്വഭാവം അവർക്ക് നല്ലപോലെ അറിയാം. അയാളെ എതിർക്കുന്നവരെ അയാൾ തോൽപ്പിക്കും. നേരെ മറിച്ച് സഹായം അപേക്ഷിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യും. പുരോഹിതന്മാർ എല്ലാവരും കൂടി രാമനോട് കാര്യം പറഞ്ഞു. രാമ, അങ്ങ് ഞങ്ങളെ ഈ ദുർഘടത്തിൽ നിന്ന് കരകയറ്റണം, അവർ വിനീതരായി അപേക്ഷിച്ചു. നിങ്ങൾ ഒരു വിധത്തിൽ സങ്കടപ്പെടേണ്ട, ഞാൻ ശരിപ്പെടുത്തിത്തരാം, രാമൻ വാഗ്ദാനം ചെയ്തു. ചക്രവർത്തി ദിവസേന കുതിരസവാരി ചെയ്യാറുണ്ട്. ഒരേ സമയത്തായിരിക്കും എന്നും സവാരി. അതോടൊന്നിച്ച് ഒരേ വഴിക്കും. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം സവാരിക്കിറങ്ങി. വഴിയരികിൽ ഒരു കുളമുണ്ട്. ആരാണ് ആ കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്? രാമൻ, അല്ലാതാരാ? അയാൾ ഒരു നായയെ കയറിൽ കെട്ടിയിരിക്കുന്നു. നല്ല കറുപ്പ് നിറമുള്ള നായയാണത്. രാമൻ്റെ പിടിവിടുവിക്കാൻ ശ്രമിക്കുകയാണ് നായ. പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഫലിക്കുന്നില്ല. രാമൻ നായയെ വെള്ളത്തിൽ ഒന്ന് മുക്കുന്നു, ഉടനെ പൊക്കിയെടുക്കുന്നു. 1 തവണയോ 2 തവണയോ അല്ല ആ പ്രവൃത്തി. തുടർന്നങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തി കുതിരയെ നിർത്തി. എന്താണ് ഈ രാമൻ കാണിക്കുന്നത്? ഒന്നും മനസ്സിലായില്ല. അറിഞ്ഞേ കഴിയൂ.
രാമ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചക്രവർത്തി ചോദിച്ചു. ചോദ്യം കേട്ടതായി രാമൻ ഭാവിച്ചില്ല. ചക്രവർത്തി ചോദ്യം ആവർത്തിച്ചു. ഞാൻ ചെയ്യുന്നതോ? തിരുമേനി, ഈ നായയ്ക്ക് നല്ല കറുത്ത നിറമാണ്. അതിന് വെളുത്ത നിറം വരുത്തണം. അതിനായി ഞാനിതിനെ കുളത്തിൽ കുളിപ്പിക്കുകയാണ്. രാമൻ ഉത്തരം നൽകി. ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു. ജന്മനാ കറുത്ത നായയാണിത്. അതിനെ കുളിപ്പിച്ച് വെളുപ്പിക്കണം പോലും. എന്തൊരു മഠയനാണ് നിങ്ങൾ, അദ്ദേഹം പറഞ്ഞു. രാമൻ ഒരു കൂസലും ഉണ്ടായില്ല. തിരുമേനി, അവിടുത്തെ രാജ്യത്തിൽ എന്ത് നടന്നാലും അത്ഭുതമാവുകയില്ല. പാവപ്പെട്ട ഒരു ശുരകനെ അവിടുന്ന് പുരോഹിതനാക്കുകയല്ലേ? ആ സ്ഥിതിക്ക് കറുത്ത നായയ്ക്ക് എന്തുകൊണ്ട് വെളുത്ത നായ ആയിക്കൂടാ? അയാൾ ചോദിച്ചു. ചക്രവർത്തിക്ക് ഉത്തരം മുട്ടി. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ചക്രവർത്തി എന്ത് ചെയ്തെന്നോ? ക്ഷുരകനെ വരുത്തി ദീർഘനേരം സംസാരിച്ചു. വല്ലവിധവും അവനെ പിന്തിരിപ്പിച്ചു. വമ്പിച്ചൊരു തുക അയാൾക്ക് പാരിതോഷികമായി നൽകുകയും ചെയ്തു. ശേഷം രാമനും ലഭിച്ചു വിലപിടിച്ച പാരിതോഷികം. നന്ദി.